വിമർശനങ്ങൾക്ക് പിന്നാലെ ബീഫ് ഫെസ്റ്റ് നടത്താൻ ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന വാദവുമായി SFI. പ്രാദേശിക കമ്മിറ്റികളാണ് പരിപാടി നടത്തിയത്. കേരള സ്റ്റോറിയിലെ ബീഫ് വിവാദത്തിനെതിരെ മറ്റു തരത്തിൽ പ്രതിഷേധം തുടരുമെന്നും SFI സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി. അതേസമയം SFIയും DYFIയും നടത്തിയ ബീഫ് ഫെസ്റ്റിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്തെത്തി. കേരള സ്റ്റോറി സിനിമയുടെ ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെയാണ് SFI തിരുവനന്തപുരത്ത് ബീഫ് വിളമ്പി പ്രതിഷേധിച്ചത്. ബീഫ് ഫെസ്റ്റ് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുമെന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് പ്രതികരിച്ചതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. MSFന്റെ വിമർശനം ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാമും ആവർത്തിച്ചതോടെ ചർച്ച സജീവമായി. CPMന്റേത് പ്രകോപനപരമായ നീക്കമാണെന്നും ഇത് RSSന് ഗുണം ചെയ്യുമെന്നുമാണ് പ്രധാന ആരോപണം. അല്ല, ബീഫ് ഫെസ്റ്റ് സത്യത്തിൽ അത് എന്തിനാണ്? അതും ഈ പ്രകോപനപരം തന്നെയാണ്, ഒരു സംശയമില്ല. അതൊക്കെ വില കുറഞ്ഞ രാഷ്ട്രീയ കളികളാണ്. ബീഫ് ഫെസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ആർക്ക് വേണമെങ്കിലും ഏത് ആഹാരം കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ കേരളം. ഇവിടെ ആരും അങ്ങനെ ആരെയും തടയുന്നില്ലല്ലോ. ഇത്തരം പ്രചാരവേലകൾ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. ഹൈന്ദവ വിശ്വാസികളെ RSSന്റെ ആലയിൽ കെട്ടുന്ന സമരാഭാസമാണ് ബീഫ് ഫെസ്റ്റ് എന്ന് CK നജാഫും ആവർത്തിച്ചു. ഹിന്ദുക്കളെ കൊണ്ടുപോയി എന്തിനാണ് ഈ GPM അല്ലെങ്കിൽ SFI ഒക്കെ RSSന്റെ ആലയിൽ തള്ളുന്നത്? ഇതിന് പിന്നാലെയാണ് കേരള സ്റ്റോറിക്കെതിരെ ബീഫ് ഫെസ്റ്റുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന് SFI തീരുമാനിക്കുന്നത്. ബീഫ് ഫെസ്റ്റിൽ ഒതുക്കാതെ സമരം വിപുലമാക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.